Yeah, Kerala is a beauty place, God's own country, and nice place, climate good, much greenery. Kerala people also good. I have a good friend circle. പെട്ടെന്ന് ആൾക്കാർക്ക് തൈമുറ എവിടെ വെച്ച് കണ്ടാലും എല്ലാവരും വിളിക്കും. ഒരു ഫുഡ് കഴിക്കാൻ കയറി അവിടുത്തെ ആള് പൈസ ഒന്നും വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. ആർക്ക് ഫാൻസ് കൊടുത്തല്ലോ ഇപ്പൊ ശരിക്കും? തൈമൂറിന് തന്നെയാണ്. ചില വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് തൈമൂർ ഇങ്ങനെ വരും. അപ്പൊ ഡ്രസ്സ് പലരും കണ്ടിരിക്കും, ഇതാരാ പാകിസ്ഥാനി ആരാ കൂടെ. അങ്ങനെ പിന്നെ ഞാനത് ഇഗ്നോർ ചെയ്തു. കമന്റ് ഒക്കെ കാണാൻ വേണ്ടി ഡിലീറ്റ് ചെയ്തു. 100 good comment, 2 bad comments. So we ignore. ബോഡി ഷേമിങ്ങിൽ എന്താ ഇതിന് മാത്രം പറയാനുള്ളതെന്ന് എനിക്കറിയാൻ പറ്റും. ഒരു ബോഡി ഷേമിങ് വെച്ചിട്ടല്ലല്ലോ ഒരാളെ വിലയിരുത്തേണ്ടതും. അല്ലേ നമ്മളല്ലേ അതിൻ്റെ കൂടെ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ അത് ഓർത്താൽ പോരെ. മറ്റുള്ളവർ അതിന് എന്ത് പറഞ്ഞാലും നമ്മൾ അതിന് പ്രതികരിക്കേണ്ട കാര്യമില്ല. നമസ്കാരം. നമ്മളിന്നുള്ളത് കോട്ടയത്തെ പുതുപ്പള്ളിയിലാണ്. ഒരു മരുമകനെ കാണാൻ വന്നതാണ്. വെറും മരുമകനല്ല, ഒരു പാകിസ്ഥാനി മലയാളി മരുമകൻ. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ മരുമോനും മരുമകളൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ആ മരുമോനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് പുതുപ്പള്ളിയിൽ. അപ്പോൾ അവരുടെ കുറച്ച് വിശേഷങ്ങളിലേക്കാണ് നമ്മൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. Hi भैया, so how are you feeling back in Kerala actually? Say so back in Puduppally actually. एक्चुअली मैं बहुत खुश हूँ केरला में आके. मेरा सेकंड विज़िट है. लास्ट विज़िट में मैं ट्राई किया इधर कोटायम आने के लिए, बट इधर मिस्टर उमन चांडी सर एक्सपायर हुए थे, बाई इलेक्शन था, तो इसीलिए कुछ रिस्ट्रिक्शन थी, मेरे को अप्रूवल नहीं मिला, तो मैं नहीं आया. तो फिर दूसरा विज़िट अप्लाई किया था, तो फाइनली अभी मिला है. हाँ, तो बहुत खुश हैं अल्हम्दुलिल्लाह. अभी मैं घर में हूँ. ये मेरे बाप के नाम पर लिया था. सो है. അപ്പോൾ ചേച്ചി ഭയങ്കര ഒരു ഫീലാണല്ലേ, കാരണം പുതുപ്പള്ളി സ്വന്തം നാട്ടിലൊരു വീട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പുതുപ്പള്ളിയിലൊരു ഭയങ്കര അപ്പോൾ എന്താ തോന്നി ഇപ്പൊ തിരിച്ചു പുള്ളി ഇപ്പോൾ ഇങ്ങോട്ട് വന്നു, ഫസ്റ്റ് ടൈം ആണ് പുതുപ്പള്ളിയില്, ഇനിയൊക്കെ നാടൊക്കെ ചുറ്റി കാണിക്കണ്ടേ? പിന്നെ നമ്മളെ കോട്ടയം ഫുള്ള് ചുറ്റി കൊച്ചി ഫുള്ള് കണ്ടായിരുന്നു അന്ന് വന്നപ്പോ? ഇല്ല, തൃശ്ശൂരായിരുന്നു അന്ന്. ഓൾമോസ്റ്റ് സ്ഥലങ്ങളൊക്കെ കണ്ടായിരുന്നു തൃശ്ശൂർ. എന്താ ശരിക്കും ഇപ്പോൾ നമ്മളെപ്പോഴും പറയും പ്രീ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആയിട്ട് നമ്മുടെ ഒരുപാട് ലിറ്ററേച്ചറിലേക്ക് പാകിസ്ഥാനിലെ ഭയങ്കര അധികം ആളുകൾ കാണേണ്ട ഒരു സ്ഥലമാണെന്നുള്ളത്. അപ്പോൾ എങ്ങനെ ശരിക്കും ഈ പറഞ്ഞ പോലെ ഈ കപ്പിൾ ഇങ്ങനെ പോണ ഒരു കപ്പിൾ കോളായിട്ട് പോകണം മുമ്പോട്ട്? ഇതുപോലൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. നോർമൽ ലൈഫാണ് ഇപ്പോൾ ഉള്ളത്, അതുപോലൊക്കെ തന്നെ പോകണമെന്നേ ഉള്ളൂ. ഈ ആൾക്കാരൊക്കെ എന്താ പറഞ്ഞു ഇപ്പൊ നാട്ടിലേക്ക് വരാൻ ഇപ്പൊ ഒരുപാട് ഭയങ്കരമായിട്ട് പ്രതീക്ഷയായിരുന്നു ശരിക്കും, ഇത്രയും പേര് ഷെയർ ഒക്കെ ചെയ്തു കോട്ടയത്തിന്റെ മരുമോൻ പാകിസ്ഥാൻ മരുമോൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇവിടെയും ഉണ്ട്, നാട്ടിലാണെങ്കിലും ഉണ്ട്. ഇപ്പം നമ്മൾ ദുബൈയിൽ താമസിക്കുന്ന അവിടെ ആണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട്. So how you often enjoy the food of Kerala? केरला फूड मेरा फ्रेंड सर्कल बहुत है, तो उन लोगों के साथ हम बाहर जब घूमने जाते हैं तो वो लोग केरला फूड खाते हैं, तो इसीलिए मैं अभी ज़्यादा इन्वॉल्व हूँ केरला फूड में. मेरे को पसंद है केरला फूड, पूरा नहीं बट कुछ मेरे को पसंद है. सम आइटम മെയിൻലി ഷമാവർ ടീ, समावर की സമോർ ചായ അല്ലേ? ഓ ശരി, ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും വാങ്ങിച്ചു കുടിക്കും. So apart from food, what is the actual attraction of Kerala actually? How do you feel about Kerala or Kerala people you are saying? Kerala generally? Yeah, Kerala is a beauty place, God's own country, and nice place, climate good, much greenery. Kerala people also good, well educated, nice people. I have a good friend circle. So what was the first excitement of you coming to Kerala actually? So today morning you have posted a video back in Kerala. Yeah, actually from terminal, airport, I posted one small shot. So nothing actually, I need to come my home, see my home, to meet Srija family and all. That's the main reason. So other plan will make and prepare inshallah. Let's see where we will go for visit. Kottayam also lot of in Kerala also, Kottayam also lot of visiting places there. We'll see inshallah. No problem. We'll make plan inshallah and we'll go for. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ പേര് റെക്കഗ്നൈസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാൽ. ചോദിക്കും ചേച്ചി ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്കും പുള്ളി എവിടെയെന്ന് ചോദിക്കും പലരും. ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അധികം എന്നെ തിരിച്ചറിയത്തില്ല. പുള്ളിയും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയും, ആ ഇന്ന ആൾക്കാരാണല്ലോ എന്ന്. അല്ലെ തൈമൂർ തന്നെയാണെങ്കിൽ തൈമൂറിന്റെ ഡ്രസ്സിങ്ങും
വണ്ണമൊക്കെ കണ്ടായിരിക്കും പെട്ടെന്ന് ആൾക്കാർക്ക് തൈമൂറിനെ എവിടെ വെച്ച് കണ്ടാലും എല്ലാവരും വിളിക്കും. ഇപ്പം ഇവിടെ ആണെങ്കിൽ തന്നെ ഇപ്പം എയർപോർട്ടിൽ ഇങ്ങോട്ട് വരുന്ന വഴി ഇവർ ഫുഡ് കഴിക്കാൻ കയറി, അവിടുത്തെ ആൾ പൈസയൊന്നും വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. ഇന്നലെ ന്യൂസിൽ കണ്ടാണ്, ടി വിയിൽ ഇവരെ നമ്മുടെ റീൽസൊക്കെ കാണുന്നതാണ്. അന്നും പറഞ്ഞ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഫുഡ് കഴിച്ചിട്ട് പൈസ ഒന്നും വാങ്ങിക്കാതെ ഇവർ പറഞ്ഞിട്ടും പൈസ വാങ്ങിച്ചില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. ആർക്കാ ഫാൻസ് കൂടുതൽ ഇപ്പൊ ശരിക്കും? തൈമൂറിന് തന്നെയാണ്. ദുബായിൽ എങ്ങനെ ശരിക്കും? ദുബായിലും അങ്ങനെ തന്നെയാണ്. ഈ മലയാളികളുടെ ഇടയിലൊക്കെ എങ്ങനെയാ അവിടുത്തെ? മലയാളികളുടെ ഇടയിലൊക്കെ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് തൈമൂറിനെ. അവരുടെ എല്ലാ പ്രോഗ്രാമിനും എല്ലാ മതസ്ഥരെയാണെങ്കിലും എന്ത് പ്രോഗ്രാമിനാണെങ്കിലും തൈമൂറിനെ വിളിക്കാറുണ്ട്, പോകാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റേജ് അവിടെ ചെറിയ സ്റ്റേജ് ഷോ ഒക്കെ വരുമ്പോഴും നമ്മളെ ഗസ്റ്റായിട്ട് വിളിക്കാറുണ്ട്, പോകാറുണ്ട്. Not all programs, some program, close friend circle, if they invite me, I will attend. Because I don't like much crowd. My nature like that. But if my close friend they invite, I will join. So you're a little bit an introvert person? Yes, sometime like that. In the case of romance, there was any introvertism or something like that? No, not like I'm serious person and personal life and serious person. അല്ല, എങ്ങനെയാ ചേച്ചി പറഞ്ഞാല് ഇപ്പൊ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആള്, ക്രൗഡ് അത് ഇഷ്ടമില്ലാത്ത ഒരാള്, ശരിക്കും എങ്ങനെയാ പ്രപ്പോസൽ ഒക്കെ ചെയ്തപ്പോ പറ്റിയ? അന്ന് ഇതുപോലെ അല്ലായിരുന്നു. അന്ന് ഇതുപോലെ നമ്മള് ഫേമസ് അല്ല, നമ്മളാരും അറിയത്തില്ല, അവരെ ആരെയും അറിയത്തില്ല, നമ്മളാരും അറിയത്തില്ല. രണ്ടാൾക്കാർ മാത്രം കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ അത് അന്നത്തെ പ്രായമല്ല, അന്നത്തെ പ്രായത്തിൽ വിളിച്ചു. പക്ഷെ പിന്നീട് ഇങ്ങനെയൊക്കെ ആവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഇപ്പൊ തൈമൂർ സീരിയസ് ആണ്, ഇവര് പ്രേമിച്ചാണ് കെട്ടിയെന്ന് പോലും നമ്മളെ കണ്ടാ പറയത്തില്ല. അങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പൊ. അല്ല ഒട്ടുമല്ല. ആര് ശരിക്കും നിങ്ങളുടെ ആരെ റൊമാൻറ്റിക്? കുറച്ചുകൂടെ ഭയങ്കര സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള? സർപ്രൈസ് ഒക്കെ തൈമൂർ സർപ്രൈസ് ഒക്കെ തരാറുണ്ട്, ഓരോ ഗിഫ്റ്റ് ഒക്കെ സർപ്രൈസ് ചെയ്യാറുണ്ട്. അത്രേ ഉള്ളു, അല്ലാതെ ഒരുപാട് അങ്ങനെ സ്നേഹം കാണിച്ച് പ്രകടിപ്പിച്ച് അങ്ങനെയൊന്നും ഇല്ല. ശരിക്കും ലോക്ക്ഡൌണിലാണ് ശരിക്കും ടിക്ടോക്ക് ഒക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തത്. ശരിക്കും ലോക്ക്ഡൌണിൽ എങ്ങനെ എന്താ സംഭവിച്ചത്? ലോക്ക്ഡൌണിൽ ഞാനായിരുന്നു ഫസ്റ്റ് ടിക്ടോക്ക് യൂസ് ചെയ്യലുണ്ടായിരുന്നു. ഇപ്പം നാട്ടിൽ വന്നപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ എന്നെ മോളെ എടുത്തു തന്നാണ് ഈ സംഭവം. എനിക്കറിയത്തില്ല ഇനി മുമ്പ് ടിക്ടോക്ക് എന്താണെന്ന് മ്യൂസിക്കലി. അപ്പോൾ അവള് വെറുതെ ഇത് നല്ലതെന്ന് പറഞ്ഞ് എൻ്റെ മൊബൈൽ ഇട്ടു തന്നു. ഞാൻ തിരിച്ചു പോയപ്പം വെറുതെ ഇരുന്ന് ഫ്രീ ആയിട്ട് ആ ടൈമിൽ ജോലി ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ ഇത് യൂസ് ചെയ്ത് പിന്നെ ചില വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് തൈമൂർ ഇങ്ങനെ വരും. അപ്പൊ ഡ്രസ്സ് പലരും കണ്ടിരിക്കും, ഇതാരാ പാകിസ്ഥാനി ആരാ കൂടെ. അങ്ങനെ പിന്നെ ഞാനത് ഇഗ്നോർ ചെയ്തു, കമന്റ് ഒക്കെ കാണുമ്പോൾ ഡിലീറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ലോക്ക്ഡൌൺ ആയപ്പോഴാണ് പിന്നെ ഈ ചില വീഡിയോസിന്റെ അത് ശരിക്കും ഞാൻ ഫേസ് കാണിച്ചു തൈമൂറിന്റെ. അപ്പൊ ഇങ്ങനെ ബാഡ് കമന്റ് വരാൻ തുടങ്ങി. അപ്പൊ അതിന് മുമ്പ് അറിയത്തില്ല എന്റെ ഹസ്ബൻഡ് ആരാന്നും. അങ്ങനെ നമ്മള് ഫേമസ് അല്ലല്ലോ, ഒത്തിരി പേര് വീഡിയോ കാണുന്നുമില്ല, വീഡിയോ ഒത്തിരി വ്യൂവർ ഒന്നും ഇല്ല. എന്നാലും കാണുന്ന ആൾക്കാരിൽ ഡൗട്ട് ഉണ്ടായിട്ട് ഇവരാരാന്നുള്ള രീതിയിൽ കമന്റ് ഒക്കെ ഇട്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ബാഡ് കമന്റ് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ തൈമൂറിനെ കാണിച്ചു ഇങ്ങനെ വരുന്നെന്ന് പറഞ്ഞു. അന്നേരം തൈമൂർ അപ്പം ഫ്രീ ആയിട്ടിരിക്കുവാണല്ലോ ആ ടൈമിൽ, അന്നേരം ഒരു ഓൺ വോയിസ് ഇട്ടു. ആ ഓൺ വോയിസ് മുതലാണ് ഇങ്ങോട്ട് റീച്ച് ആയത്. അല്ല, ഇപ്പൊ ഒരുപാട് മോശം കമന്റുകളുടെ കാര്യം പറയുമ്പോൾ ഒരുപാട് ബാഡ് കമന്റ്സ് വരാറുണ്ട്. ഇപ്പൊ ഇന്നലെ ഇട്ട വീഡിയോക്ക് മിനിയാന്ന് ഇട്ട വീഡിയോക്ക് വരെ ബാഡ് കമന്റ്സ് ഉണ്ട്. പക്ഷെ അതൊക്കെ കണ്ടിട്ട് എങ്ങനെ പോസിറ്റീവ് ആയിട്ടിരിക്കുക? ഹൗ യു മാനേജ് കമന്റ്സ് ആക്ച്വലി തൈമൂർ ഭായ്? No, now not coming this much. पहले हम लोगों को आते थे बैड कमेंट वगैरह, तो ये हम लोग देखें पब्लिक का ओपिनियन और माइंडसेट तो चेंज नहीं कर सकते. स्टार्टिंग में आते थे, वो भी बहुत कम, 100 गुड कमेंट 2 बैड कमेंट, सो वी इग्नोर. नाउ अभी भी हम लोगों को कोई बैड कमेंट इतना नहीं आता है, क्योंकि हम लोग किसी को इतना टच नहीं करते, हम लोग किसी को बैड कमेंट नहीं करते. ബാഡ് കമന്റ് ഇടുന്നവർക്കാണെങ്കിലും നമ്മളെ പേഴ്സണലായിട്ട് അറിയാൻ വയ്യാത്ത ആൾക്കാരാണ്. അല്ലെ നമ്മുടെ ഇപ്പൊ എന്റെ വീട് ഇവിടെ വന്നല്ലോ, അങ്ങനെ നമുക്ക് ഇവിടെ പേടിക്കാനോ അല്ലെ നമ്മളെ ഇതാക്കാനോ എല്ലാവരും ഭയങ്കര സപ്പോർട്ട്, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളുടെ വീട്ടുകാർ എങ്ങനെ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ അയൽക്കാരും ബന്ധുക്കാരും എല്ലാം അങ്ങനെ തന്നെയാണ് കാണാനും. നമ്മളെ അറിയാവുന്നവരെല്ലാം അങ്ങനെയാണ്. ഇപ്പൊ എന്നെ അറിയാത്ത ഈ കോട്ടയംകാരല്ലാത്ത പല ആൾക്കാരും അവിടെ ഇവിടെ നിന്നും കമന്റ്, അതിപ്പോ എന്റെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്ന പോലെ അല്ലല്ലോ പേഴ്സണലി ഒരാളെങ്ങനെയാണെന്ന് വെച്ചാൽ. ഒരുപാട് ബോഡി ഷേമിങ് കമന്റുകളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിനെങ്ങനെ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് എടുക്കുമോ അതോ ഇഗ്നോർ? ഇല്ല, ബോഡി ഷേമിങ്ങിൽ എന്താ ഇതിന് മാത്രം പറയാനുള്ളതെന്ന് എനിക്കറിയാൻ പറ്റും. ഒരു ബോഡി ഷേമിങ് വെച്ചിട്ടല്ലല്ലോ ഒരാളെ വിലയിരുത്തേണ്ടതും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, ഒരു ബോഡി എങ്ങനെ ഇരുന്നാലും
നമ്മളല്ലേ അത് അനുഭവിക്കുന്നതോ അല്ലെ നമ്മളല്ലേ അതിൻ്റെ കൂടെ ജീവിക്കുന്നത്. അപ്പം നമ്മൾ അത് ഓർത്താൽ പോരെ, മറ്റുള്ളവർ അതിന് എന്ത് പറഞ്ഞാലും നമ്മൾ അതിന് പ്രതികരിക്കേണ്ട കാര്യമില്ല. അല്ല ഇപ്പൊ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങളിവിടെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ അന്വേഷിക്കുകയായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഈ ഇവിടെ ഇങ്ങനത്തെ രണ്ട് വീടുണ്ട് ഏകദേശം ഒരുപോലെ. അപ്പൊ ആ വീട്ടിലാണ് ഇങ്ങനെ വഴി കാണിച്ചത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും ഇത് ആരാണ് പിന്നെയും പറഞ്ഞ പോലെ കമന്റുകൾ ഇടുക. അപ്പൊ ചുറ്റിനുള്ളവർക്ക് ഭയങ്കര ഫെമിലിയർ ആണ്, സന്തോഷാണ്. സോ തമിഴ് ഹൗസ് നൈബേഴ്സ് ആക്ച്വലി Nice. Neighbor is so nice. Like they are all like our family member. Even I met before in Dubai. The opposite family, वो सामने वालों को हम लोग मिले हैं ना, तो नेबर बहुत अच्छे हैं हमारे, सेम लाइक आवर फैमिली में. They are all so happy to see me. बहुत खुश हैं वो. തൈമൂർ വരുമ്പോൾ വിളിക്കണേന്നാണ് എല്ലാരും പറയുന്നത്. ഞങ്ങൾക്ക് കാണണം എന്നാണ് എല്ലാവരും പിന്നെ എല്ലാരും വിളിക്കുന്നുണ്ട്, കാണണം. ഇപ്പൊ ഞാൻ ഇവിടെ പോയപ്പോഴും അവിടെ എല്ലാരും ചോദിച്ചു എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് ഞങ്ങൾ വരുന്നുണ്ട്, കാണണം എല്ലാരും പറയുന്നുണ്ട്. इको ही पर बताऊंगा इट्स पाकिस्तान लोगों को बहुत ही प्यारे पीपल है. लेकिन जो उस बारे में फैमिली तो बात करो. फैमिली को भी प्रॉब्लम नहीं है. फैमिली श्रीजा के साथ मेरा बहुत अटैच है. मॉम, भाई, सिस्टर सब मेरे से ज़्यादा श्रीजा के साथ फ्रेंडली हैं बहुत. वो लोग एक दूसरे के साथ, इवन मैं कभी गुस्सा भी करता है श्रीजा के साथ, ये लोग एक दूसरे के साथ डिस्कस करते हैं. माँ, मेरी बहन, तो फैमिली के साथ मेरे से ज़्यादा श्रीजा अटैच है अभी. അതെങ്ങനെ ശരിക്കും ഫാമിലി ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഒക്കെ ആയി ശരിക്കും? അതെ, അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മൂത്ത മരുമോളാണല്ലോ, അപ്പൊ പിന്നെ നമ്മൾ അന്വേഷിക്കണ്ടേ. അനിയന്മാര്, 3 അനിയന്മാരും ഒരു അനിയത്തിയുണ്ട്, പിന്നെ അമ്മയുണ്ട്. അവരെ ഫാദർ ഡെഡായതാണ്. അപ്പോൾ എന്നും വിളിക്കും, എല്ലാവരും മെസ്സേജ് അയക്കും. അമ്മയാണെങ്കിലും 2-3 പ്രാവശ്യം ഡെയിലി വിളിക്കും. പിന്നെ എല്ലാ കാര്യങ്ങളും പറയും. നമ്മൾ ഡെയിലി എന്തെല്ലാം ആ വീട്ടിൽ നടക്കുന്ന രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കാര്യം എന്താണെന്ന് വിളിച്ച് ചോദിക്കും, പറയും. നിങ്ങളിങ്ങനെ ചെറിയ വഴക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് ആരാ സോൾവ് ചെയ്യാൻ വരിക? ചെറിയ വഴക്കല്ല, വലിയ വഴക്കാണ് ഇടാറ്. സോൾവ് ചെയ്തൊന്നുമില്ല, അതങ്ങ് പോവും. വഴക്ക് പിടിച്ച് അത് പിന്നെ മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ കാരണം കിട്ടുമ്പോൾ പിന്നെയും വഴക്ക് പിടിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ ശരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഇത്ര കുറച്ച് ദിവസം നാട്ടിലുണ്ടെന്ന് അറിയാം, എന്താ ശരിക്കും പ്ലാൻ? ഇവിടെ കോട്ടയത്ത് എല്ലായിടത്തും കൊണ്ടുപോവാ, സ്ഥലങ്ങളൊക്കെ കാണിക്കുക, പിന്നെ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ കൊണ്ടുപോവുക, പിന്നെ ഇവിടുത്തെ നല്ല ഫുഡ് കിട്ടുന്ന എല്ലാം വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ആഗ്രഹം. പിന്നെ നല്ല വീഡിയോസ് എടുക്കണം, ഫോട്ടോസ് എടുക്കണം, വേറെ വീട്ടിൽ അയച്ചു കൊടുക്കണ്ടേ, അതിന് വേണ്ടിട്ട്. പിന്നെ അവർക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, അവർ അമ്മയൊക്കെ ആണേലും. ഇപ്പൊ തൈമൂർ ഇപ്പൊ 2 പ്രാവശ്യം വന്നപ്പോ തന്നെ അനിയന്മാര് പറയാൻ തുടങ്ങി, തൈമൂറിനെ എന്താ 2 പ്രാവശ്യം കൊണ്ട്, ഞങ്ങൾ 1 പ്രാവശ്യം പോലും കൊണ്ടുപോയിട്ടില്ലെന്ന് അവര് പറയുന്നത്. പിന്നെ അവര് ഇപ്പൊ വിളിച്ചാൽ ഇപ്പൊ വരുന്ന പോലാണ്. ഭയങ്കര ആഗ്രഹം ഇവിടെ വരാനും എല്ലാരും കാണാനും. പിന്നെ വിസ അപ്ലൈ ചെയ്ത് വിസ കിട്ടണം, എന്നാലേ വരാൻ പറ്റും. थोड़ा रिस्ट्रिक्शन है, क्यों पाकिस्तानी पासपोर्ट होल्डर के लिए तो डॉक्यूमेंट्स कंप्लीट हैं, सब कुछ ओके है, तो गवर्नमेंट वीज़ा इशू करती है. नॉर्मल है, डॉक्यूमेंट्स भी नॉर्मल हैं जो किसी भी कंट्री के लिए हम लोग वीज़ा अप्लाई करते हैं, सेम डॉक्यूमेंट्स. तो बस ऐसा दूसरा स्पेशल नहीं. ഇപ്പോൾ ചേച്ചി ആദ്യമൊക്കെ വീട്ടിൽ ഇങ്ങനെ ഫസ്റ്റ് പറഞ്ഞപ്പോൾ ചെറിയ ഇതൊക്കെ ഉണ്ട്, പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതോ അതിപ്പോ ഭയങ്കര അത്ര വലിയ പൊട്ടിത്തെറി ഇല്ലായിരുന്നു? കാരണം ഞാൻ ഇവിടെ അല്ലല്ലേ, ഞാൻ അവിടെ തന്നെ നിന്നിട്ടല്ലേ നമ്മൾ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ ജോലി ചെയ്യുമായിരുന്നല്ലോ, അപ്പൊ നമ്മൾ ഫേസ് ടു ഫേസ് ആവുന്നില്ലല്ലോ ഈ കാര്യങ്ങൾ പറയുമ്പോൾ. ഫോണിൽ കൂടെ അല്ലേ, അതും വല്ലപ്പോഴും അല്ലേ, ആഴ്ചയിൽ 1 പ്രാവശ്യമോ. അന്ന് നെറ്റും കാര്യങ്ങളും സോഷ്യൽ മീഡിയ അങ്ങനെ ഇല്ലാതെ. അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞാലും അതങ്ങനെ സോൾവ് ആയി പോയി. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കണ്ടന്റുകൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺസെപ്റ്റ് ഐഡിയാസ് ഒക്കെ ഏകദേശം ആയി തുടങ്ങിയോ? ഇല്ല, അങ്ങനെ നമ്മൾ കണ്ടന്റ് വീഡിയോസ് അങ്ങനെയൊന്നും ചെയ്യാറില്ല. എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് അല്ല ഇന്നതാണ് ഇവിടെ വന്നു അങ്ങനത്തെ തൈമൂർ അങ്ങനെ വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ കണ്ടന്റ് ചെയ്തൊന്നും അങ്ങനെയൊന്നും ഇല്ല. പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്ലാനുകളൊന്നും അറിയാം, കുറച്ച് ദിവസം ഉള്ളൂ എന്നറിയാം. അതെ, മാക്സിമം ഇവിടെ ഞാൻ പറയുന്ന വീട്ടിൽ തന്നെ നിൽക്കാം, നമുക്ക് ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോവാം, അടിച്ചു വിളിക്കാം, എല്ലാരും വരും. അപ്പൊ എല്ലാ ആശംസകളും നേരാണ്. താങ്ക് യു തൈമൂർ ഭായ്. അച്ഛനമ്മ ഇപ്പോൾ ഒരു മരുമോൻ വീട്ടിലേക്ക് വന്ന ആദ്യമായിട്ട് വന്നേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എങ്ങനെയാ? കാരണം ഭയങ്കര തിരക്കായില്ലേ? ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ തൃശ്ശൂർ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വരാൻ പറ്റാഞ്ഞത് നമുക്കൊരു ഖേദമുണ്ട്. പിന്നെ വീണ്ടും വിസ എടുത്ത് ഇവിടെ ഇപ്പം എത്തിയതിൽ വളരെ സന്തോഷമാണ്. നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടോ? അതെ അതെ അത് തന്നെ അത് തന്നെ. എങ്ങനെ ഒരു പാകിസ്ഥാൻ ഈ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാൻ വരുമ്പോ എല്ലാരും വിളിക്കണേ, കോട്ടയത്തിന് കിട്ടിയിട്ടുള്ള ഒരു
മരുമോൻ. അത് തന്നെ. അത് ആദ്യം ഒരു സന്തോഷം എങ്ങനെയായിരുന്നു? ഇങ്ങനെ ആദ്യം ഇത് പറഞ്ഞപ്പോൾ വീട്ടിലിങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീ ചേച്ചി പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഒരു ഉണ്ടായ സംഭവങ്ങൾ എങ്ങനെയായിരുന്നു? ആദ്യം എല്ലാവർക്കും ടെൻഷനില്ലേ, ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള ടെൻഷനായിരുന്നു. അങ്ങനെ വേണ്ട അങ്ങനെ ഇങ്ങനെയാ എല്ലാവരും നമ്മളെയൊക്കെ ഒറ്റപ്പെടുത്തും, ഗവൺമെൻറ്റൊക്കെ അറിഞ്ഞാലും നമുക്ക് കുറ്റമാണെന്നുള്ള ഇതിലിങ്ങനെ പോയി അവസാനം പിന്നെ 3-4-5-6 വർഷം എങ്ങാണ്ട് ഇവർ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്നാൽ ഇനി അത് തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. മനുഷ്യരല്ല എല്ലാവരും. ആരുടെ മനസ്സാണ് കുറച്ചുകൂടെ കട്ടിയായിരുന്ന? കുഴപ്പമില്ല, നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് കുഴപ്പമില്ല, സന്തോഷമുണ്ട്, അവർ ജീവിക്കുന്നു നല്ല ഇതായിട്ട് തന്നെ, കുഴപ്പമില്ല. ഒരു എല്ലാം എങ്ങനെയുണ്ട് മരുമോൻ വന്ന്? ഭാഷ ഒരു പ്രശ്നമാണോ? ഭാഷ പ്രശ്നമില്ല, നമുക്കറിയാം. ഞാൻ ദുബായിലാണ്. ഭാഷ ഒരു പ്രശ്നമില്ല, ഇന്ത്യയിൽ. ഞാനിപ്പോൾ ഇന്നലെ നൈറ്റ് ഇവിടെ എത്തി. ഞാൻ ദുബായിലായിരുന്നു. ഞാനിപ്പോൾ ഇന്നലെ നൈറ്റ് ഇവിടെ എത്തി. അതെ, ഞങ്ങൾ മൊത്തം ഫാമിലിയായിട്ട് അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പം ഞാൻ ഇന്നലെ ഇവിടെ നൈറ്റ് ഇവിടെ എത്തി, 7 മണിക്ക് ഇവിടെ എത്തി. വരുമെന്ന് വിചാരിച്ചിട്ട് എത്തി. എല്ലാവരും കുറച്ച് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു, കുറച്ച് ദിവസം ഉള്ളൂ, കുറച്ച് സ്ഥലങ്ങൾ കാണാൻ. എന്താ കൊണ്ട് കാണിക്കാൻ പോണേ കോട്ടയത്ത് സ്പെഷ്യലായിട്ട്? കോട്ടയത്തെ ഇവർക്ക് ഓമരവും നമ്മുടെ കർണാട്ടിക്ക ടൂറിസ്റ്റ് കോംപ്ലക്സ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പോകണം എന്നുള്ളതാണ്. പിന്നെ അവർക്ക് താല്പര്യപ്പെടുന്ന എവിടെയാണോ അവിടെയൊക്കെ പോവുക, അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ദുബായിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, മലയാളികളും പാകിസ്ഥാനികളും ഒരുപാടുണ്ട്. അപ്പൊ അങ്ങള് അവരായിട്ട് പണ്ടേ ഭയങ്കര റിലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, പരിചയക്കാരും? ഉണ്ട്. നമുക്ക് അവിടെ എല്ലാവരുമായിട്ട് റിലേഷൻ ഉണ്ട്. എല്ലാ ആൾക്കാരും ദേശക്കാരുമായിട്ടുണ്ട്. അവിടെ പാകിസ്ഥാനികളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഉണ്ടല്ലോ. അവരെല്ലാം നമ്മൾ പരിചയക്കാരാണ്, കുഴപ്പമില്ല. അന്ന് തൃശ്ശൂർ പോയപ്പോ എങ്ങനെയായിരുന്നു? തൃശ്ശൂർ പോയപ്പോഴത്തേക്കും തൃശ്ശൂർ അപ്പം ഞാൻ ദുബായിലാണല്ലോ, അപ്പം ഇവരെ ഉള്ളായിരുന്നു. അന്ന് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞൊക്കെ ചെയ്യും. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. മറ്റേ മോനെന്താ പറഞ്ഞു പോയി കല്യാണത്തിന്റെ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും? മോനും കുഴപ്പമില്ല, അവൻ ഇവിടെ ദുബായിലാണുള്ളത്. അവര് പോയി കാണുകയൊക്കെ ചെയ്യും? അതെ, പിന്നെ കാണുന്ന കുഴപ്പമില്ല. ഞങ്ങൾ പോയി സഹകരിക്കുക എല്ലാം ചെയ്യുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഹാപ്പിയാണ്, കുഴപ്പമില്ല. ചുറ്റും ഭയങ്കര അയൽക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ചുറ്റും അവരെ നിൽക്കാൻ ശരിക്കും എല്ലാവരും സപ്പോർട്ടാണ്. ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അങ്ങനെ വീട് കാണിച്ചു തന്നു അങ്ങനെയൊക്കെ. പക്ഷെ ഇത്ര സപ്പോർട്ട് ശരിക്കും ആദ്യം പ്രതീക്ഷ അവരെല്ലാരും കാണാൻ വരും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞില്ല, അത് ഒറ്റപ്പെടുത്തുക ചെറിയ പേടി. അവരെ നമ്മൾ അത്ര ഒരു പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെങ്കിൽ നമ്മുടെ പ്രതീക്ഷയിൽ മെച്ചമായ രീതിക്കാണ് സപ്പോർട്ട് നമുക്ക്. നല്ല ഇതായിട്ട് വീട്ടില് മറ്റുള്ള ബന്ധുക്കൾക്കൊക്കെ കുഴപ്പമില്ല. ആദ്യം അവർക്കും കുറച്ച് പേടിയുണ്ട്. ആദ്യം ഒരു ചെറിയത് ഉണ്ടായിരുന്നു, പിന്നെ ഇതെല്ലാം ഇപ്പൊ കഴിഞ്ഞപ്പം എല്ലാവരും അതൊക്കെ മാറി. ഇപ്പൊ എല്ലാം നല്ലൊരു കല്യാണത്തിന്റെ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? ശരി, കല്യാണത്തിന് ഞങ്ങൾക്ക് ആർക്കും പോകാൻ പറ്റിയില്ല. അവിടെ കോടതി ദുബായ് വെച്ചായിരുന്നു. നാട്ടിലായിരുന്നു. ഒത്തിരി നാളിങ്ങനെ ഇത് കോടതിയിൽ ഇങ്ങനെ ഇത് കൊടുത്തിട്ടിരിക്കുമല്ലായിരുന്നോ, അത് പിടിയുന്ന അവർക്കത് ആയത്. അന്നേരം വരെ ഞങ്ങൾക്കൊന്നും പോകാൻ പറ്റിയില്ല. മോൻ അന്നേരം അവിടെ ഉണ്ടായിരുന്നു, അന്നേരം പക്ഷെ അതിനും പോകാൻ പറ്റിയില്ല. ഇല്ല, ആ ടൈമിൽ ഞാൻ നാട്ടിലായിരുന്നു, പോകാൻ പറ്റിയില്ല. കോർട്ടുകാർ അനുമതി കൊടുത്തത് കുറേ വർഷം ഇങ്ങനെ അവരിങ്ങനെ അപേക്ഷ കൊടുത്തിട്ട് തള്ളിക്കളയുമായിരുന്നു. അല്ല, അപേക്ഷ അങ്ങനെ ഒരു വലിയ പ്രൊസീജിയർ തന്നെ ഉണ്ട്. അവിടെയുണ്ട് വലിയ നമ്മുടെ ഇവിടുത്തെ പോലെ ഇല്ല. അവിടെ നിയമം എന്ന് പറഞ്ഞാൽ കർശന നിയമമാണ് അവിടുത്തെ, നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. അതെല്ലാം പിന്നെ ഇതെല്ലാം ആയി, ഇതെല്ലാം കഴിഞ്ഞു. ആ ടൈമിൽ ഞാൻ നാട്ടിലായിരുന്നു, എനിക്ക് കൂടാൻ പറ്റിയില്ല. ഈ കൊറോണ ടൈമിൽ ശേഷി വന്നപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒക്കെ എടുക്കണ ഭയങ്കര സഹായമൊക്കെ ചെയ്തു. കൊറോണ ടൈമിൽ നമ്മൾ അവിടെയാണ്, ദുബായിലാണ്. ഞങ്ങളെല്ലാവരും അവിടെയായിരുന്നു. ആ ടൈമിൽ അവിടെയായിരുന്നു, ഫാമിലി മൊത്തം അവിടെയായിരുന്നു. എന്നിട്ട് പിന്നെ തിരിച്ചു വന്നതാണ്. അതിനിടയിലാണ് ഈ പറഞ്ഞ വീഡിയോസ്. അത് തന്നെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കാനുണ്ട്, ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് തിരക്കിലാണെന്ന് അറിയാം, ഭയങ്കര തിരക്കിലാണ് അമ്മേനെ അച്ഛനെ നമുക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരാണ്. അപ്പോൾ നല്ലൊരു സമയം ആശംസിക്കുന്നു. അപ്പോൾ മരുമോനായിട്ട് എൻജോയ് ചെയ്യാം. ഓക്കെ താങ്ക്സ്.